السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ നാട്ടുകാരെ, സൃഷ്ടികർത്താവായ പടച്ച തമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സമയത്തിവിടെ ഒത്തൊരുമിക്കാനും അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അന്യോന്യം മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. സമയവും സന്ദർഭവും നമുക്കനുകൂലമാക്കിയ നാഥനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ജാറ വ്യവസായവും ഇസ്ലാമും എന്ന വിഷയത്തിലാണ് ഏതാനും ചില കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇങ്ങനെ ഒരു പരിപാടി ഈ പ്രദേശത്ത് സംഘടിപ്പിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം എന്താണ് എന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ തന്നെ രംഗപ്രവേശനം ചെയ്ത ചില ആളുകൾ ജാറങ്ങളുടെയും മക്ബറകളുടെയും പേരിൽ തട്ടിപ്പ് നടത്തുകയും ഇത്യാദിയുള്ള കാര്യങ്ങൾ ചൂഷണോപാധിയാക്കി മാറ്റുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാമികമായി ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണണം എന്നത് മനസ്സിലാക്കാനാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശം മഹത്തരമായ ഒരു ആദർശമാണ്. ലോകത്ത് വെച്ച് ഏറ്റവും അത്യുത്കൃഷ്ടമായ ഒരു ആദർശത്തിന്റെ വാഗ്ദാക്കളാണ് മുസ്ലിങ്ങൾ. കാരണം മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിച്ച ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഒരു മുസൽമാൻ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒന്നാമതായി അവൻ ആ വിഷയത്തിൽ അഭിമാനം കൊള്ളുന്നത് അത് പ്രവാചകന്മാരാൽ പഠിപ്പിക്കപ്പെട്ട ആദർശമാണ് എന്നതാണ്. ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിൽ, വ്യത്യസ്തമായ ദേശങ്ങളിൽ
കടന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും ഒരേ സ്വരത്തിലും ഒരേ ഭാവത്തിലും പ്രഥമമായും പ്രധാനമായും ജനങ്ങളെ പഠിപ്പിച്ച ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. വിശുദ്ധ ഖുർആൻ അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി ആ പ്രവാചകനിലേക്ക് ബോധനം നൽകിയിട്ടല്ലാതെ. എന്താണ് ആ പ്രവാചകന്മാർക്ക് അഖിലം ബോധനം ചെയ്യപ്പെട്ട കാര്യം? അന്നഹു നിശ്ചയമായും കാര്യം ലാ ഇലാഹ ഇല്ലാ അന ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല ഫഅബ്ദൂൻ അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കണം. ഈ സന്ദേശം നൽകപ്പെടാത്തൊരു പ്രവാചകനും മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഇതേ കാര്യം തന്നെ മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ അൻ അഅ്ബുദുല്ലാഹ വജ്തനിബുത് താവൂത്ത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ എല്ലാ ഓരോ ഉമ്മത്തിലേക്കും എല്ലാ ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർ ആ സമുദായങ്ങളോട് പ്രഥമമായും പ്രഖ്യാപിച്ച കാര്യം അനഅ്ബുദുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. വജ്തനിബുത് താവൂത്ത് ദൈവേതര ദുർമൂർത്തികളെ കൈയൊഴിക്കണമെന്നാണ്. ഇത് പഠിപ്പിക്കാനാണ് ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നത് എന്ന് ഖുർആൻ പറയും. അതുകൊണ്ട് തന്നെ ഈ ആദർശം മഹത്തരമാണ്. പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും അത്യുത്കൃഷ്ടമായ ആദർശം എന്ന നിലക്കാണ് ഈ ആദർശത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയത്. റസൂലുള്ളാഹി പറഞ്ഞു അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഖൗല് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലയേക്കാൾ മഹത്തരമായ ആദർശം ലോകത്തില്ല. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഗതി പഠിപ്പിച്ചു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പടച്ചതമ്പുരാനോട് ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണ് മൂസാ നബി നാഥനോട് ചോദിച്ചത്? യാ റബ്ബി അല്ലിംനി ശൈഅൻ അദ്കുറുക വഅദൂക ബിഹി പടച്ചതമ്പുരാനെ നിനക്ക് ദിക്ർ ചെയ്യാൻ നിന്നെ സ്മരിക്കാൻ നീ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു ഖുൽ യാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. മൂസാ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചോ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചതമ്പുരാനോട് തിരിച്ചു ചോദിച്ചു യാ റബ്ബി എന്റെ രക്ഷിതാവേ കുല്ലു ഇബാദുക യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ അടിമകളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായത് എന്തെങ്കിലും എനിക്കൊന്ന് പഠിപ്പിച്ചു തരണമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോ പടച്ചതമ്പുരാൻ മൂസാ നബിയെ തിരുത്തുകയാണ്. എങ്ങനെയാണ് അള്ളാഹു തിരുത്തിയതെന്നറിയോ? അള്ളാഹു മൂസാ നബിയോട് തിരിച്ചു ചോദിച്ചു യാ മൂസാ ഏ മൂസാ നിനക്കറിയുമോ ലൗ അന്ന സമാവാതി സബഅ വആമിറഹുന്ന ഗൈരി വൽ അർളീന സബഅ ഫീ കഫ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫ ലമാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കാണുന്ന 7 ആകാശങ്ങളും ആ ആകാശങ്ങളിൽ ഞാൻ ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ വസ്തുക്കളും ഇക്കാണുന്ന ഭൂമിയും ആ ഭൂമിയിലെ സർവമാന വസ്തുക്കളും ഫീ കഫ തുലാസിന്റെ ഒരു തട്ടിലും വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ആ തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കുന്ന തുലാസിനായിരിക്കും കനം തൂങ്ങുക മൂസ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച തമ്പുരാൻ തിരുത്തി എന്ന് അബൂ സഅദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഈ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അണ്ടകടാഹങ്ങളെ അതിജയിക്കുന്ന ആദർശമാണ്. എന്നാൽ ഈ ആദർശം
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തുറ്റ ആദർശം, ആ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളുന്ന നമുക്ക് ആ ആദർശത്തോട് എത്രമാത്രം കൂറുപുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാൻ, ലോകത്തോട്, മുസ്ലിം സമുദായത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥത്തിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലൂടെ അണ്ടകടാഹങ്ങളെ അതിജയിക്കുന്ന ആദർശം എന്ന നിലക്ക് അള്ളാഹു പഠിപ്പിച്ച ഈ ആദർശം ഉൾക്കൊള്ളുന്ന മുസൽമാൻ വന്നത് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ച ആളുകളോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോദിച്ച ഒരു ചോദ്യം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്താണ് അദ്ദേഹം ചോദിച്ചത്? യാ ഗുലാം കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. യാ ഗുലാം, ഇസ്ലാമിന്റെ പുത്ര, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുന്നു? കാരണം വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ഇലാഹുകളെയാണ് നീ കുടിയിരുത്തിയിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ വിശദീകരണം? വിശദീകരണത്തിനുള്ള കാരണം എന്താ? ഒരുപക്ഷെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ നാട്ടിലുള്ള ആളുകളുമൊക്കെ തിരിച്ചു ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ വേറെ ഒരു ഇലാഹു കുടിയേറുമോ? വേറെ ഒരു ദൈവം ആ സ്ഥാനത്ത് ആ മനുഷ്യന്റെ മനസ്സിൽ കയറിയിരിക്കുമോ എന്ന് സംശയിക്കുന്നവരുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ കയറിയ ദൈവം, ഇലാഹ്? അദ്ദേഹം പറയുന്നത് കുല്ലു ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സനമുക. നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ, കഷ്ടതകളിൽ, കടങ്ങളിൽ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ നീ ഇഅ്തിമാദ് ചെയ്താൽ, അവലംബമായി സ്വീകരിച്ചാൽ, ഫഹുവ സനമുക, അതാണ് നിന്റെ മനസ്സിലെ വിഗ്രഹം. ജീവിതത്തിൽ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകൾ, കടങ്ങൾ, അത്യാദിയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ നീ ഇഅ്തിമാദ് ചെയ്താൽ, അവലംബമായി സ്വീകരിച്ചാൽ, ഫഹുവ സനമുക, അത് നിന്റെ മനസ്സിലെ വിഗ്രഹമാണ്. തുടർന്നുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് വലൈസ ശിർകു അൻ തഅബുദൽ അസ്നാം, ഒരിക്കലും അല്ലാഹു പൊറുക്കാത്ത പാപമെന്ന് ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ ദുൽമ് എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ നരകം ഉറപ്പാക്കുകയും സ്വർഗം നിഷിദ്ധമാക്കുകയും ചെയ്യുന്ന കാര്യമെന്ന് അല്ലാഹു ഖുർആനിൽ വിശദീകരിച്ച ശിർക്ക്, ആ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്? വലൈസ ശിർകു അൻ തഅബുദൽ അസ്നാം, ഒരു വിഗ്രഹത്തെ വെച്ച് അതിനെ പൂജിക്കൽ മാത്രമല്ല ശിർക്ക്. ഒരു വിഗ്രഹത്തെ വെച്ച് അതിനെ പൂജിക്കൽ മാത്രമല്ല ശിർക്ക്. വഅൻ തഖ്താറ മാ റബ്ബിക ശൈഅൻ സിവാഹു ഫീ ഹാലത്തിൽ ബലിയ, ജീവിതത്തിലെ ബലാഉകളിൽ, മുസീബത്തുകളിൽ, ദുരിതങ്ങളിൽ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ നീ ഇഖ്തിയാർ ചെയ്താൽ, തിരഞ്ഞെടുത്താൽ, അതും ശിർക്കാണ്. അതും അല്ലാഹു പൊറുക്കാത്ത പാപമാണ് എന്ന് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കണം, മഹാനായ മുഹീദ്ദീൻ ശൈഖ് ഇത്തരത്തിൽ ശിർക്കിനെ വിശദീകരിച്ചതിനു ശേഷം പറയുന്നു, നിന്റെ മനസ്സും നിന്റെ മനസ്സിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹും നീ നാവ് കൊണ്ട് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹും ഒരുപോലെയാകണമെങ്കിൽ എന്താണ് അതിനൊരു മാർഗം? നാവ് കൊണ്ട് നീ പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഹൃദയത്തിലും ഉണ്ടാകണമെങ്കിൽ എന്താണ് അതിനുള്ളൊരു മാർഗം? അതിനുള്ള മാർഗം കൂടി അദ്ദേഹം വിശദീകരിച്ചു തന്നു. ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കണം. ഫലാ തദഉ മഅല്ലാഹി അഹദാ, ആ ഹൃദയമാകുന്ന പള്ളിയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്തവരോടൊരു പ്രാർത്ഥന സംഭവിച്ചുകൂടാ. കാരണം കമാ ഖാല തആല, അങ്ങനെയാണല്ലോ അല്ലാഹ് പറഞ്ഞത്, അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്,
അതുകൊണ്ട് ആ പള്ളിയിൽ വെച്ച് അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിന്റെ ഹൃദയത്തെ തന്നെ ഒരു പള്ളിയാക്കിയാൽ നിന്റെ ഹൃദയമാകുന്ന പള്ളിയിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥന റബ്ബിനോട് മാത്രമാകുമല്ലോ. അതുകൊണ്ട് നീ നാവ് കൊണ്ട് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഹൃദയത്തിലും ഉണ്ടാകണമെങ്കിൽ ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കിക്കോ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ നാം ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് കുറ്റിച്ചിറയിൽ ഈ പ്രദേശത്ത് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ കാര്യമുണ്ടല്ലോ. ഏത് കാര്യം? നിന്റെ ഹൃദയത്തെ പള്ളിയാക്കണം. ആ നിന്റെ ഹൃദയമാകുന്ന പള്ളിയിൽ നിന്ന് അല്ലാഹുവല്ലാത്തവരോടൊരു പ്രാർത്ഥന സംഭവിച്ചുകൂടാ എന്ന കാര്യം ഇവിടെ വെച്ചുകൊണ്ട് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇത് പറഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോയാൽ നാളെ ഒരു മറുപടി പ്രസംഗം, അതല്ലെങ്കിൽ വാദപ്രതിവാദത്തിനുണ്ടോന്നൊരു വെല്ലുവിളി, അതല്ലെങ്കിൽ മറ്റൊരു മുഖാമുഖം, എന്നിട്ട് പറയുന്നത് മുജാഹിദുകൾക്ക് വായടപ്പൻ മറുപടി, മുജാഹിദുകൾക്കുള്ള വായടപ്പൻ മറുപടി എന്ന് പറഞ്ഞിട്ടാ പരിപാടി. എന്നിട്ട് ഏതെങ്കിലും ഒരു മൊയ്ലിയാർ തന്നെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കും. എന്തിനാണ് ഈ രൂപത്തിലുള്ള പരിപാടികൾ മുജാഹിദുകളുടെ പരിപാടിക്ക് ബദലായി ചില ആളുകൾ സംഘടിപ്പിക്കുന്നത്? മുജാഹിദിൽ പറയുന്ന അടിസ്ഥാനപരമായി ഈ ആദർശത്തിന് മറുപടി പറയാൻ. മുജാഹിദുകൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ പണി നമുക്ക് പറ്റിയതല്ല. നേരെ മറിച്ച് ഞങ്ങൾക്ക് അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള അവകാശം വേണം. അള്ളയല്ലാത്തവരോട് പ്രാർത്ഥന നടത്താനുള്ള കേന്ദ്രങ്ങൾ വേണം. ഈ നിലക്ക് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് ആളുകൾ രംഗത്ത്. ഞാനിതൊരു ആരോപണം എന്ന നിലക്ക് പറയല്ല. ചില ആളുകളെങ്കിലും ഈ പ്രാർത്ഥന എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇപ്പൊ അങ്ങനെ ആരാപ്പ പറഞ്ഞത്? അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞവരാരാ? അള്ളയില്ലാത്തവരോട് ഇസ്തിഹാസ നടത്താം, സഹായം തേടാം എന്നൊക്കെയല്ലേ ഞങ്ങൾക്ക് വാദമുള്ളൂ. അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞവരാരാ? എത്രയോ തെളിവുകളുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇങ്ങോട്ട്, നുസ്രത്തുൽ അനാം മുതൽ ഇങ്ങോട്ട്, അതുപോലെ തന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുതൽ ഇങ്ങോട്ട് എല്ലാ ആളുകളും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദമുള്ളവരാണ്. എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പരിപാടിയിൽ ആ പരിപാടിയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഇറക്കിയ ഒരു പോസ്റ്ററാണ്. ഈ പോസ്റ്ററിൽ എന്താണെന്നറിയോ? ഇസ്ലാമിക് ദഅവ ഫാക്കൽറ്റി, IDF, ഇസ്ലാമിക് ദഅവ ഫാക്കൽറ്റി നടത്തുന്ന പരിപാടി. കാരണം വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷൊക്കെ നരകത്തിലെ ഭാഷയായിരുന്നു. ഇപ്പൊ എല്ലാവരും നരകത്തിൽ പോകാൻ ഉറപ്പിച്ച സ്ഥിതിക്ക് ഭാഷ പഠിച്ചിരിക്കും. അതുകൊണ്ട് ആ ഇംഗ്ലീഷിന്റെ രൂപത്തിൽ തന്നെ പേരും ഇംഗ്ലീഷ് നാമങ്ങളാണ് എല്ലായിടത്തും. എന്നിട്ട് സാമ്രാജ്യത്വം വലിച്ചെറിയ SSF, സാമ്രാജ്യത്വം വലിച്ചെറിയ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഉണ്ടാ. അപ്പൊ സാമ്രാജ്യത്വത്തിന്റെ ഭാഷ, എന്നിട്ട് സാമ്രാജ്യത്വം വലിച്ചെറിയ ഉണ്ടോ? ഇതുപോലെ എല്ലായിടത്തും ഇംഗ്ലീഷ്, IDF, ഇസ്ലാമിക് ദഅവ ഫാക്കൽറ്റി, എന്നിട്ടോ നേർക്കുനേർ. എന്താ ഇത്രയും കാലം കേൾക്കാത്തത് നേർക്കുനേർ? ഈ അടുത്ത കാലത്ത് ഒരാൾ ഇറങ്ങി, മൂപ്പറ എല്ലാത്തിനും എന്തെടുക്കണം, ഒരു വ്യത്യാസം വേണം, എല്ലാരെ പോലെ ആയിക്കൂടാ. അപ്പൊ നേർക്കുനേരെന്നാക്കി. കാര്യം മുഖാമുഖം എന്ന പേരിൽ എല്ലാവരും നടത്തുന്നുണ്ടല്ലോ. അപ്പൊ മുഖാമുഖം എന്ന് ഇട്ടാല് എല്ലാരെ പോലെ ആവില്ലോ നമ്മള്. അതുകൊണ്ട് മുഖാമുഖം മാറ്റി നേർക്കുനേർ, ഇസ്തിഹാസ എന്ന് മാറ്റിയിട്ട് ഇസ്തിഫാ. അങ്ങനെ എല്ലാത്തിനും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരാൾ ഇറങ്ങി. ആരാ നടത്തുന്നത്? മൗലാന നജീബ് മൗലവിയാണ് നേർക്കുനേര് പരിപാടി നടത്തുന്നത്. വിഷയം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യചിഹ്നം. അപ്പൊ എന്തായി? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രോ? അല്ലെങ്കിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നോ? സഹോദരങ്ങളെ മനസ്സിലാക്കണം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രഖ്യാപനത്തോട് സംശയത്തോടെ ചോദ്യമുന്നയിക്കുന്ന, ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊരിക്കലും നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളല്ല, നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളല്ല. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലുള്ള തലയെടുപ്പുള്ള മുസ്ലിയാക്കന്മാർ,
ആ മുസ്ലിയാക്കന്മാർക്ക് ആ സംശയം എന്ത്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞാൽ ശരിയാവോ എന്ന വിഷയത്തിൽ. അതുകൊണ്ട് അവർ പറയുന്നത് അവർക്ക് ദഅവത്ത് നടത്താനുള്ളത്, അവർക്ക് പ്രബോധനം ചെയ്യാനുള്ളത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമല്ല, ആരോടും പ്രാർത്ഥിക്കാമെന്നതാണ്. ആരോടും പ്രാർത്ഥിക്കാമെന്നതാണ്. ഞാൻ വെറുതെ പറയല്ല, നേരെ മറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. പക്ഷേ ആ തെളിവുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ വിഷയത്തിലെ ഇസ്ലാമിക നിലപാട്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന നിലപാട് ഇസ്ലാമിനുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ഇസ്ലാം കണിശമായി വിരോധിച്ച കാര്യമാണ്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും വലിയ വഴികേടായി ഖുർആൻ പ്രഖ്യാപിച്ച കാര്യമാണ്. ഖുർആൻ അല്ലാഹു പറഞ്ഞു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അദല്ലു, ഏറ്റവും അധികം വഴിപിഴച്ചവൻ ആരുണ്ട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ളവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? ആരോടാണ് അവർ ദുആ ചെയ്യുന്നത്? മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അവർക്ക് ലോകാവസാനം വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളോട്, വ്യക്തികളോടാണ് അവർ ദുആ ചെയ്യുന്നത്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണ്. അല്ലാഹ് ഖുർആനിൽ പറയാണ്, അല്ലാഹല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? അള്ളാഹുവിന് പുറമെ ഇവർ ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, ഇവരുടെ പ്രാർത്ഥന സമർപ്പിക്കപ്പെടുന്ന ആളുകളാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണെന്ന് മാത്രമല്ല, ലോകാവസാനം വരെ അവർ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതല്ല. ഇതിങ്ങനെ വാല് പറഞ്ഞാൽ ഈ ആയത്ത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില സുഹൃത്തുക്കൾക്ക് സംശയം, മൗലവി അത് വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞതാണ്. വിഗ്രഹങ്ങൾ കേൾക്കില്ല, വിഗ്രഹങ്ങൾ ഉത്തരം ചെയ്യില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ തുടർന്ന് തന്നെ അള്ളാഹു പറയുന്ന വാചകം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. വഇദാ ഹുശിറന്നാസു കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. വഇദാ ഹുശിറന്നാസു, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ നാളിൽ, ആ ഹസ്റിന്റെ നാളിൽ, കാനൂ ലഹും അഅദാഅൻ, അവർ ഇവരുടെ ശത്രുക്കളായി തീരും. ആര്? ഇവരാൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടവർ ഇവരുടെ ശത്രുക്കളായി തീരും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഇവർ കർപ്പിച്ച ഇബാദത്ത്, ആരാധനയെ അവിടെ വെച്ചുകൊണ്ട് അവരെ നിഷേധിക്കുകയും ചെയ്യും. അപ്പൊ മഹ്ശറയിലും വരും എന്ന് പറഞ്ഞത് ആര്? കല്ലാണോ മരാണോ? അല്ല. ഇവരാൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട മഹത്തുക്കൾ നാളെ മഹ്ശറയിൽ വരും. എന്നിട്ട് ഇവർക്കെതിരെ റബ്ബിന്റെ കോർട്ടിൽ അവിടെ നിൽക്കുമെന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കൽ ഏറ്റവും വലിയ വഴികേടാണ്. മാത്രമല്ല, മുസ്ലിങ്ങളോട്, വിശ്വാസികളോട് അള്ളാഹ് പഠിപ്പിച്ചു തന്നു. എന്താ പഠിപ്പിച്ചതെന്നറിയോ? നമ്മുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും ഒരു ശക്തിക്ക് മുന്നിൽ ഞാനും നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരാളോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മാൽ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തിക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകണം, ചില വിശേഷണങ്ങൾ ഉണ്ടാകണം. ആ വിശേഷണങ്ങൾ ഇല്ലാത്ത വസ്തുക്കളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്താണ്? അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോടായി പടച്ച തമ്പുരാൻ പറഞ്ഞ ചില കാര്യങ്ങൾ, എണ്ണി പറഞ്ഞ കാര്യങ്ങൾ. അല്ലാഹുവിന് പുറമെ ദുആ ചെയ്യുന്നവർ, അല്ലാഹുവിന് പുറമെയുള്ളവരോട് ദുആ ചെയ്യുന്നവർ, അവരാൽ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾക്ക് ചില ദൗർബല്യങ്ങളുണ്ട്, ചില ന്യൂനതകളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. എന്താണ് ആ ന്യൂനത? ഖുർആൻ വിശദീകരിച്ചത്, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവർ ദുആ ചെയ്യുന്നു. ആരോടാണ് അവർ ദുആ ചെയ്യുന്നത്? ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾക്ക്, അവരാൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള യോഗ്യതയാണുള്ളത്? ഖുർആൻ ഒന്നാമതായി പറഞ്ഞു, ലാ യഖ്ലുഖൂന ശൈആ, അവരാൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തികൾ യാതൊന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല, അവർ സൃഷ്ടാവല്ല എന്ന ഒരു ന്യൂനത, ഒന്നാമത്തെ ന്യൂനത. രണ്ടാമത്തെ ന്യൂനത എന്താണെന്നറിയോ? വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടികളാണെന്ന ന്യൂനത. അല്ലാഹുവിന് പുറമെ അവർ ദുആ ചെയ്യുന്ന ആളുകൾ, അവർ യാതൊന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല എന്ന ഒന്നാമത്തെ ന്യൂനത. രണ്ടാമത് അവർക്കുള്ള ന്യൂനത എന്താണെന്നറിയോ? വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടികളാണെന്ന ന്യൂനത. മൂന്നാമതായി അംബാതുൻ, മരിച്ചവരാണല്ലെങ്കിൽ മരിക്കുന്നവരാണെന്ന ന്യൂനത. നാലാമതായി ഗൈറു അഹ്യാഇൻ, ജീവനില്ലാത്തവരാണല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നവരാണെന്ന ന്യൂനത. അഞ്ചാമതായി വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ,
ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ എന്നാണ് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല എന്ന ന്യൂനത, 5 ന്യൂനത അള്ളാഹ് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഏത് വിഷയത്തിലാണ് ചൂണ്ടിക്കാണിച്ചത്? അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ആ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ചില ന്യൂനതകളുണ്ട്. ഒന്നാമത്തെ ന്യൂനത അവർ സൃഷ്ടാവല്ല എന്ന ന്യൂനത, രണ്ടാമത്തെ ന്യൂനത അവർ സൃഷ്ടിയാണെന്ന ന്യൂനത, മൂന്നാമത്തെ ന്യൂനത മരിച്ചവരാണല്ലെങ്കിൽ മരിക്കുന്നവരാണെന്ന ന്യൂനത, നാലാമത്തെ ന്യൂനത അതേ ജീവനില്ലാത്തവരാണല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നവരാണെന്ന ന്യൂനത, അഞ്ചാമത്തെ ന്യൂനത പുനരുദ്ധാനം എന്നാണ് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാത്ത ന്യൂനത. ഈ 5 ന്യൂനത ചൂണ്ടിക്കാണിച്ചപ്പോ ഖുർആൻ അതിലൂടെ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കുന്ന ശക്തിക്കുണ്ടായിരിക്കേണ്ട യോഗ്യതയാണ്. ആ യോഗ്യത എന്തായിരിക്കണം? ഒന്നാമതായി അയാൾ സൃഷ്ടിയായിരിക്കണം. പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി സൃഷ്ടിയായിരിക്കണം. അതുപോലെ തന്നെ സൃഷ്ടിയാകാൻ പാടില്ല, സൃഷ്ടാവായിരിക്കണം. സൃഷ്ടാവിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. സൃഷ്ടാവാരോ അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമതായി സൃഷ്ടിയാകാത്തവനാരോ അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. മൂന്നാമതായി ഒരിക്കലും മരിക്കാത്തവനാരോ അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. നാലാമതായി എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാരോ അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അഞ്ചാമതായി ലോകാവസാനം എന്നാണ് എന്നതിനെക്കുറിച്ച്, പുനരുദ്ധാനം എന്നാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവനോടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഈ 5 സിഫത്തുകളുള്ളവനാരോ അവനോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞത്. സൃഷ്ടാവ് ആരാ? സൃഷ്ടാവ് ഖാലിഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണ്? അല്ലാഹു. സൃഷ്ടിയല്ലാത്തവൻ ലം യലിദ് വലം യൂലദ്, അതേ മക്കളില്ലാത്തവൻ, ആരുടെയും മകനല്ലാത്തവൻ, അവനാരാ? അല്ലാഹു. മൂന്നാമതായി എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഒരിക്കലും മരിക്കാത്തവൻ, ആരാ? അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല. കാരണം അവനാണ് അൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, ഒരുറക്കമോ ഒരു മയക്കമോ പോലും ബാധിക്കാത്തവൻ അല്ലാഹുവാണ്. ഖുർആൻ പറയാം. അപ്പൊ അങ്ങനെയുള്ളവൻ അല്ലാഹു, മരിക്കാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അല്ലാഹു. ലോകാവസാനം, പുനരുദ്ധാനത്തെ കുറിച്ചുള്ള അറിവ്, അതെപ്പോഴാണ് സംഭവിക്കുക എന്ന അറിവ് ആർക്കാണുള്ളത്? മുഹമ്മദ് നബിയോട് പോലും ആളുകൾ വന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് നബിയോട് പോലും അല്ലാഹു പറഞ്ഞത് ഇല്ല, താങ്കൾ ഉപദേശിക്കാൻ വന്ന ആളാണ്, താക്കീത് ചെയ്യാൻ വന്ന ആളാണ്. മാത്രമല്ല താക്കീത് ചെയ്യുക എന്ന ഡ്യൂട്ടി അല്ലാതെ ലോകാവസാനത്തിന്റെ തീയതി പറഞ്ഞു കൊടുക്കുക എന്ന ഡ്യൂട്ടി തങ്ങളുടെ മേൽ അർപ്പിതമല്ല. ഇലാ റബ്ബിക മുൻതഹാഹാ, അതിന്റെ മടക്കം റബ്ബിന്റെ അടുക്കൽ മാത്രമാണ്. ലോകാവസാനത്തിന്റെ തീയതി റബ്ബിന് മാത്രം അറിയല്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനോട് മാത്രം, സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ പറയാം. ഇത്രയും വ്യക്തമാണ്, ശക്തമാണ്. ഇത്രയും വ്യക്തമായി ശക്തമായി ആദർശം പറയുന്ന ഖുർആൻ, ആ ഖുർആനിന്റെ അനുയായികളാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളായി ഇപ്പൊ വന്നിട്ട് പറയുന്നത് അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആന് തെളിവുണ്ട്, അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആന് തെളിവുണ്ട്. വാത് കേട്ടാ തോന്നുക അത്ഭുതകരാണ്. കാര്യം എന്ന് വെച്ചാല് അബൂജഹലിനെ പോലുള്ള, ഉത്ബത്തിനെ പോലുള്ള, ശൈബത്തിനെ പോലുള്ള മക്കയിലെ മുശ്രിക്കുകൾ അടങ്ങുന്ന ആളുകൾ അവരെപ്പോഴും അള്ളാഹിനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം, റബ്ബിനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. അപ്പൊ അള്ളാഹ് മുഹമ്മദ് നബി വിടുക. എന്തിനാണെന്നറിയോ? അബൂജഹലെ അങ്ങനൊന്നും അല്ല കാര്യം. അള്ളാഹിനോട് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, നേരെ മറിച്ച് അള്ളാഹില്ലാത്ത ഒരുപാട് ആളുകളോടും പ്രാർത്ഥിക്കാം. ആ കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് എന്ന നിലക്കാണ് മുഹമ്മദ് നബി വന്നത് എന്ന് പോലും ഈ മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേട്ടാ തോന്നൂ അല്ലേ? മുഹമ്മദ് നബി വന്നത് അള്ളാഹില്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറയാൻ വേണ്ടിയാണ്, പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ? അല്ല, നേരെ തിരിച്ചാണ്. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടങ്ങുന്ന ആളുകൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അല്ല, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗമല്ല, ഇത് നാളെ പാരത്രിക ലോകത്തെ വിജയത്തിന്റെ മാർഗമല്ല, ഇത് നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്ന മാർഗമാണ്. അതുകൊണ്ട് ഈ മാർഗത്തിൽ നിങ്ങൾ മാറണം. നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാകണം, റബ്ബിൽ മാത്രം തവക്കുലാക്കുന്നവരാകണം, അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യുന്നവരാകണം. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് സർവ്വതും സമർപ്പിക്കുന്നവരാകണം, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരാകണം എന്ന സന്ദേശം പഠിപ്പിക്കാൻ ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ഈ നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശം, ആ ആദർശത്തെയാണ് ചില തട്ടുന്യായങ്ങളും ദുർവ്യാഖ്യാനങ്ങളും വഴി മുസ്ലിയാക്കന്മാർ ഇവിടെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അവര് പറയുന്നത് ആരോടും പ്രാർത്ഥിക്കാം, പക്ഷേ ഒരു നിബന്ധന മാത്രം. എന്താ നിബന്ധന? നിബന്ധന എന്താന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി അല്ലെങ്കിൽ വ്യക്തി സമതാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി.
ഏതൊന്നിനോടും എനിക്കെന്റെ ആവശ്യങ്ങൾ, എന്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. അത് ശിർക്കാകണമെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി അല്ലെങ്കിൽ വ്യക്തി സമതാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. സമതാണ് എന്ന് വിശ്വസിച്ച് ആരോടും പ്രാർത്ഥിക്കരുത്. സ്വയംഭൂവാണ്, സ്വയം പര്യാപ്തനാണ്, ഇലാഹാണ്, ദൈവമാണ് എന്ന നിലയ്ക്ക് ആരോടും പ്രാർത്ഥിക്കരുത്. ഇലാഹല്ല, ദൈവമല്ല എന്ന നിലയ്ക്ക് ആരോടും പ്രാർത്ഥിക്കാം. എന്റെ മുസ്ലിയാക്കന്മാർ ഉദാഹരണം കാണിക്ക, സ്റ്റേജിന്റെ മുള ചൂണ്ടിയിട്ട് പറയാ, ഞാൻ ഈ മുളയോടും പ്രാർത്ഥിക്കും. പക്ഷേ ഷിർക്കാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മുള ഇലാഹാണ്, സമതാണെന്ന് വിശ്വസിച്ചാൽ ഷിർക്കായി. മുള ഇലാഹല്ല, സമതല്ല എന്ന് വിശ്വസിച്ചാൽ ഒരിക്കലും എന്റെ പ്രാർത്ഥന ശിർക്കാവുകയില്ല എന്ന് ഉദാഹരണ സഹിതമാണ് മുസ്ലിയാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. ഏതൊരു പ്രാർത്ഥനയും ആരാധനയാകണമെങ്കിൽ അത് ഇബാദത്തിന്റെ പരിധിയിൽ വരണം. ഇബാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ അങ്ങേയറ്റത്തെ വണക്കമായിരിക്കണം. അങ്ങേയറ്റത്തെ വണക്കമായിരിക്കണമെങ്കിൽ വണങ്ങുന്ന വ്യക്തി വണങ്ങപ്പെടുന്ന ശക്തിയെക്കുറിച്ച് സ്വയം പര്യാപ്തതയും ഉലൂഹിയത്തും ആരാധ്യതയും വിശ്വസിച്ചിരിക്കണം. ഇതാണ് പ്രമാണങ്ങൾ പറയുന്നത്, ഇതാണ് തെളിവുകൾ പറയുന്നത്. ഇനി തർക്കത്തിലിരിക്കുന്ന വിഷയവും അങ്ങനെ തന്നെയാണ്. സഹായി, അതുപോലെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയും സഹായാർത്ഥനയും അത് വാസ്തവത്തിൽ ഇബാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ സ്വാഭാവികമായും അത് അർത്ഥിക്കപ്പെടുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തി, ആ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് അവൻ സ്വയം പര്യാപ്തനാണ്, ഇലാഹാണ്, സ്വമതാണ് എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഇത് ഇബാദത്തിന്റെ പരിധിയിൽ വരികയുള്ളൂ. ഞാൻ പറയുമ്പോൾ ഇത് വെറുതെ പറയാൻ തോന്നണ്ട. നേരെ മറിച്ച് അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ദർഗയിൽ, മഖ്ബറയിൽ നടത്തപ്പെടുന്ന പൂജകളും അതുപോലെ തന്നെ അള്ളയല്ലാത്തവരുള്ള പ്രാർത്ഥനകളും ശിർക്കുകളും കുഫ്രിയത്തുകളും ഒക്കെ ന്യായീകരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരു CD ഇറങ്ങി. ആ CD-യിൽ ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം എന്താ, ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് ഒരു സഖാഫി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. ഒക്കെ ആരാധനയാണോ? അല്ല. അവ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ആദരവ്, എന്താണ് ആരാധന, ഇവക്കിടയിലെ വ്യത്യാസം എന്താണ്? നമുക്കത് ഒരു പണ്ഡിതനോട് ചോദിച്ചു മനസ്സിലാക്കാം. ആദരവ് ദിവ്യത്വം കൽപ്പിക്കുമ്പോഴാണ് ആരാധനയാകുന്നത്. ദൈവമാണെന്ന വിശ്വാസമില്ലെങ്കിൽ അത് കേവലം ഒരു ബഹുമാനം മാത്രമാണ്. ഉദാഹരണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അതനുസരിച്ചുകൊണ്ട് എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. മാറി നിന്നത് ഇബ്ലീസ് മാത്രമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ആദമിന് മലക്കുകൾ ചെയ്ത ഈ സുജൂദ് അത് ആദമിനുള്ള ആരാധനയല്ല, മറിച്ച് ആദരവ് മാത്രമാണ്. കാരണം ഇത് അള്ളാഹുവിന്റെ പ്രതിനിധിയാണെന്നും അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നും അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നുമുള്ള വിശ്വാസത്തോടുകൂടെയാണ് മലക്കുകൾ ആ സുജൂദ് ചെയ്തിട്ടുള്ളത്. അതേസമയം മക്ക മുശ്രിക്കുകൾ അവരുടെ ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും മുമ്പിൽ അർപ്പിച്ച സുജൂദിനെ കുറിച്ച് ആരാധനയാണെന്നാണ് വിശുദ്ധ ഖുർആനും രേഖപ്പെടുത്തി വെച്ചത്. കാരണം അവര് ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും മുമ്പിലൊക്കെ സമർപ്പിച്ചിരുന്ന സുജൂദ്, മറ്റ് വണക്കങ്ങൾ അത് ദൈവമാണ് എന്ന വിശ്വാസത്തോടുകൂടെ ആയതുകൊണ്ട് അത് ആരാധനയായി. അപ്പോൾ ആരാധനയുടെയും ആദരവിന്റെയും ഇടയിലുള്ള വ്യത്യാസം ദൈവമാണ് എന്ന വിശ്വാസമുണ്ടായിരിക്കുക, ദൈവമല്ല എന്ന വീക്ഷണത്തിലൂടെ വിശ്വസിക്കുക, എന്നിട്ട് കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഉദാഹരണം നമുക്ക് പറയാം. ക്രിസ്ത്യാനികളും ജൂതന്മാരും ഈസ നബിയെയും ഉസൈർ നബിയെയും മറിയം ബീവി റളിയല്ലാഹു അൻഹയും ഒക്കെ അവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ നടത്തിയ കർമ്മങ്ങളെക്കുറിച്ച് ആരാധനയായി വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നു. കാരണം മറിയമിനെ കുറിച്ചും ഉസൈർ നബിയെ കുറിച്ചും ഈസാ നബിയെ കുറിച്ചുമൊക്കെ അവർ വിശ്വസിച്ചിരുന്നത് ഇത് ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്,
ദൈവത്തിന്റെ അവതാരമാണ് എന്നൊക്കെയുള്ള വിശ്വാസമായിരുന്നു. നാം കാബാലയത്തിങ്കൽ ചെന്ന് കാബാലയത്തെ ആദരിക്കുന്നതും കാബാലയത്തിന്റെ ഒരു മൂലയിൽ ഫിറ്റ് ചെയ്ത വിശുദ്ധമായ ഹജറുൽ അസ്വദിനെ തൊട്ടുമുട്ടുന്നതും ഇബ്രാഹിം മക്കാമിന്റെ പിന്നിൽ വെച്ചുള്ള നിസ്കാരം, ഇതൊന്നും അവയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആരാധനയല്ല, മറിച്ച് ആദരവ് മാത്രമാണ്. ആദരവും ആരാധനയും തമ്മിൽ വ്യത്യാസം പറഞ്ഞുതരാണ്. ആകണമെങ്കിൽ അത് ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനകളും അർച്ചനകളും സമർപ്പിക്കപ്പെടുന്ന ആള് സമതാണ്, സ്വയംഭൂവാണ്, ഇലാഹാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. അവൻ ഒന്നാമത് പറഞ്ഞ ഉദാഹരണം എന്താ? ഒന്നാമത് പറഞ്ഞ ഉദാഹരണം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അല്ലാഹു കൽപ്പിച്ചു. മലക്കുകൾ സുജൂദ് ചെയ്തു. അങ്ങനെ സുജൂദ് ചെയ്തപ്പോൾ ഒരിക്കലും അത് ആദം നബിക്കുള്ള ആരാധനയല്ല. കാരണം ഈ ആദമിന് സുജൂദ് ചെയ്ത മലക്കുകളുടെ വിശ്വാസം ഇത് ഒരു അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്, ഖലീഫയാണ്, മനുഷ്യനാണ്, ദൈവമല്ല എന്ന നിലക്കാണ് സുജൂദ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് ആരാധനയല്ല എന്നാണ്. ഇത് ഒന്നാമത്തെ ദുർവ്യാഖ്യാനമാണ്. കാരണം അവിടുത്തെ സുജൂദ് ഉസ്ജുദൂലി ആദം എന്ന മലക്കുകളോടുള്ള കൽപ്പന, ആ കൽപ്പനയിൽ പറയപ്പെട്ട സുജൂദ് ഏതാണ് എന്നതിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ആ സുജൂദ് ഏതാണ് എന്ന വിഷയത്തിൽ പോലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഒരിക്കലും പരമമായ വണക്കമടങ്ങുന്ന അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ മുന്നിൽ സൃഷ്ടികൾ സമർപ്പിക്കുന്ന രൂപത്തിലുള്ള സുജൂദാണോ, അതോ ഒരു ആചാര മര്യാദ എന്ന നിലക്കുള്ള സുജൂദാണോ എന്ന നിലക്കൊക്കെ പണ്ഡിതന്മാർ സജീവമായ ചർച്ച നടത്തുന്നുണ്ട്. ഇനി അതല്ല, നേർക്ക് നേരെയുള്ള സുജൂദാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമർപ്പിക്കാൻ മലക്കുകളോട് അല്ലാഹു കൽപ്പിച്ചത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നിർവഹിച്ചൂടെ? ഏതെങ്കിലും ഒരു ശക്തിയുടെ, ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ പറയുകയാണ് ഈ ശക്തി, ഈ വ്യക്തി ഒരിക്കലും ഇലാഹല്ല, സമതല്ല, ദൈവമല്ല, സ്വയംഭൂവല്ല, നേരെ മറിച്ച് ആദം നബിക്ക് സുജൂദ് ചെയ്ത മലക്കുകൾ, ആ മലക്കുകൾ ഏതർത്ഥത്തിലാണോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്തത്, ആ നിലക്കാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടൊരു സൃഷ്ടിയുടെ മുന്നിൽ പോയി സുജൂദ് ചെയ്യാൻ പറ്റുമോ? മുസ്ലിയാക്കന്മാർ വിശദീകരിക്കണം. സുജൂദ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അങ്ങനെ സുജൂദ് ചെയ്താലോ അത് കുഫ്റാണ്, അത് കുഫ്റായ കാര്യമാണ്. അല്ലേ? നമുക്കറിയാം, ഇവിടെ കൊണ്ടോട്ടി ഷെയ്ഖ് എന്ന് പറയുന്ന ഷെയ്ഖ് ഉണ്ടായിരുന്നു. ഈ കൊണ്ടോട്ടി ഷെയ്ഖിനെതിരെ നമ്മുടെ നാട്ടിലെ പല ആളുകളും ശബ്ദിച്ചു എന്നാ പറയാം, അല്ലേ? പല ആളുകളും ശബ്ദിച്ചു. വെളിയങ്കോട് ഉമർ ഖാദി ശബ്ദിച്ചു. അതുപോലെ തന്നെ ഈ നാട്ടിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ജിഫ്രി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ ജിഫ്രി എന്ന് പറയുന്ന ആളും കൊണ്ടോട്ടി തങ്ങൾക്കെതിരെ ശബ്ദിച്ചു എന്നാ പറഞ്ഞത്. എന്താ ഈ ജിഫ്രി കൊണ്ടോട്ടി തങ്ങൾക്കെതിരെ ശബ്ദിക്കാനുള്ള കാരണം? വെളിയങ്കോട് ഉമർ ഖാദി കൊണ്ടോട്ടി തങ്ങൾക്കെതിരെ ശബ്ദിക്കാനുള്ള കാരണം എന്താ? കൊണ്ടോട്ടി തരീക്കത്തിൽ ആർക്കെങ്കിലും മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ആ കൊണ്ടോട്ടി ഷെയ്ഖിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യണം. ആര്? അതിന്റെ മുരീദ്. ആ തരീക്കത്തിൽ അംഗത്വമെടുക്കാൻ വന്ന മുരീദ് അവിടെ പോയിട്ട് കൊണ്ടോട്ടി ഷെയ്ഖിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണമായിരുന്നു. ഇങ്ങനെ സുജൂദ് ചെയ്യുന്ന പണി കണ്ടപ്പോ ഇതാ ഇവിടെയുള്ള ജിഫ്രി അടക്കം, വെളിയങ്കോട് ഉമർ ഖാദി അടക്കമുള്ള ആളുകൾ ശക്തമായി പറഞ്ഞു പറ്റില്ല, കാരണം സൃഷ്ടിക്ക് മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. മുസ്ലിയാര് പറഞ്ഞ പോലെയാണെങ്കിൽ, മുസ്ലിയാര് വിശദീകരിച്ചതുപോലെയാണെങ്കിൽ, അതേ സുജൂദ് ചെയ്യപ്പെടുന്ന കൊണ്ടോട്ടി തങ്ങളൊരു തങ്ങള് മാത്രാണ്, അയാൾ ഒരിക്കലും ദൈവമല്ല, ഇലാഹല്ല, സമതല്ല എന്ന വിശ്വാസത്തോടെയാണ് സുജൂദ് ചെയ്തെങ്കിലോ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബിയുടെ മുന്നിൽ മഹാത്മാക്കളായ മലായിക്കത്തുകൾ സുജൂദ് ചെയ്തു എന്ന് പറയപ്പെടുന്നത് ഈ വിഷയത്തിലേക്ക് തെളിവാക്കാൻ പറ്റിയതല്ല. രണ്ടാമതായിക്കൊണ്ട് നിങ്ങൾ ആലോചിക്കണം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ദുആ ചെയ്യുന്ന ആളുകൾ, ഉസൈർ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അത് ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ശിർക്കാണ്, അതുകൊണ്ട് ശിർക്കാണ്. ഇവിടെ ആരും അത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുത്തെ വാദം എന്താ നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കപ്പെടുന്ന ആൾ ഇലാഹാണ്, സമതാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാകുമോ? അത് അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളോ ഇല്ലേ എന്നതാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളോ ഇല്ലയോ എന്ന വിഷയത്തിലാണ് തർക്കം. ഞങ്ങൾ പറയുന്നു, ഒരാളെ സംബന്ധിച്ച് അയാൾ അല്ലാഹു അല്ലാത്ത ഏതൊരാളുമാകട്ടെ, നബിയാകട്ടെ, വലിയാകട്ടെ, മരമാകട്ടെ, കല്ലാകട്ടെ, അയാൾ ഇലാഹാണ്, സമതാണ് എന്ന് വിശ്വസിച്ചാൽ തന്നെ കാഫിറായി. സ്വയംഭൂവാണെന്ന് വിശ്വസിച്ചാൽ തന്നെ കാഫിറായി. പിന്നെ അഡീഷണൽ വിളിച്ചു പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? എടോ,
ഒരു കല്ല് സ്വയംഭൂവാണ്, ഇലാഹാണ് എന്ന് വിശ്വസിച്ചാൽ തന്നെ കാഫിറായി. ഇതങ്ങനെ പോരാന്ന് പറഞ്ഞു. പിന്നെ അഡീഷണലായിട്ട് എന്ത് ചെയ്യണം? പിന്നെ അഡീഷണലായിട്ട് വിളിച്ചു പ്രാർത്ഥിക്കൂടി വേണം എന്ന് അല്ല. നേരെ മറിച്ച് ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ തന്നെ ഇതാ അവിടെ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞു. ഇനി വിളിച്ചു പ്രാർത്ഥിക്കൂടി ചെയ്താലോ ഡബിൾ ശിർക്കായി, 2 ശിർക്ക്. ഈ രൂപത്തിൽ കാര്യം മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇനി മുസ്ലിയാക്കന്മാർ പറഞ്ഞതുപോലെയാണ്, ഇവിടെ മുസ്ലിയാർ വിശദീകരിച്ചതുപോലെയാണ് ആരാധനയുടെയും ആദരവിന്റെയും മാനദണ്ഡമെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ മറ്റുള്ള വസ്തുക്കളെ ആദരിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും, ഇല്ലേ? മക്കയിലെ മുശ്രിക്കുകൾ വിഗ്രഹത്തെ പൂജിച്ചു. വിഗ്രഹത്തെ പൂജിച്ചപ്പോൾ അവരുടെ വിശ്വാസം എന്തായിരുന്നു? വിഗ്രഹത്തെ പൂജിച്ചപ്പോൾ അവരുടെ വിശ്വാസം അതേ ഈ വിഗ്രഹം സ്വമതാണെന്നല്ല, ഇലാഹാണെന്നല്ല. നിരേമറിച്ച് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ മക്കാ മുശ്രിക്കുകളുടെ വിഗ്രഹ വിശ്വാസത്തെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അന്നഹു മത്താ മാത മിൻഹും റജുലുൻ കബീർ യഅ്തഖിദൂന ഫീഹി അന്നഹു മുജാബു ദഅവ വ മഖ്ബൂലു ശഫാഅത്തി ഇൻദല്ലാഹ് ഇത്തഖദൂ സനമൻ അലാ സൂറതിഹി അന്നഹു മത്താ മാത മിൻഹും റജുലുൻ കബീർ. മക്കയിലെ മുശ്രിക്കുകൾ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അവർക്കിടയിലെ ഏതെങ്കിലും ഒരു മഹാത്മാവ് അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ യഅ്തഖിദൂന ഫീഹി ആ മരിച്ചുപോയ ആ മഹാത്മാവിനെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ആ വലിയ മനുഷ്യനെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്നു. എന്താണ് വിശ്വാസം? ഈ മരിച്ച മനുഷ്യൻ ദൈവമാണെന്നല്ല, ഇലാഹാണെന്നല്ല, സ്വയംഭൂവാണെന്നല്ല. നേരെ മറിച്ച് അതേ ഇദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അന്നഹു മുജാബു ദഅവ, പടച്ചതമ്പുരാൻ ആ പ്രാർത്ഥന തട്ടിക്കളയില്ല. ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുക്കും. വ മഖ്ബൂലു ശഫാഅത്തി ഇൻദല്ലാഹ്, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഈ മരിച്ചുപോയ മനുഷ്യൻ, ഈ വലിയ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് ശുപാർശ ചെയ്താൽ തീർച്ചയായും പടച്ചതമ്പുരാൻ ആ ശുപാർശ സ്വീകരിക്കും, തട്ടിക്കളയില്ല എന്ന വിശ്വാസത്തോടെയാണ് യഅ്ബുദൂനഹു, ആ വിഗ്രഹത്തെ അവർ ആരാധിച്ചത്. അവൻ മരിച്ചുപോയ മനുഷ്യന്റെ രൂപത്തിൽ വിഗ്രഹമുണ്ടാക്കുവാനും ആ മരിച്ച ആളോട് ആരാധന സമർപ്പിക്കുവാനും ആ വിഗ്രഹത്തിന് നേർച്ചകൾ സമർപ്പിക്കാനുമൊക്കെ മക്കയിലെ മുശ്രിക്കുകൾക്ക് പ്രചോദനം നൽകിയ വസ്തുത ഈ മരിച്ചുപോയ മനുഷ്യൻ അന്നഹു മുജാബു ദഅവ വ മഖ്ബൂലു ശഫാഅത്തി ഇൻദല്ലാഹ്, അള്ളാഹുവിനോട് എന്തെങ്കിലും ഒന്ന് ദുആ ചെയ്താൽ പടച്ചോൻ അത് സ്വീകരിക്കും. രണ്ടാമതായി പടച്ചോന് ശുപാർശ ചെയ്താൽ തട്ടിക്കളയില്ല എന്ന വിശ്വാസത്തോടെയാണ് അവർ വിഗ്രഹത്തെ ആരാധിച്ചത്. മുസ്ലിയാർ പറഞ്ഞ പ്രകാരം ഇവിടെ ആരാധന സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കാര്യം ഒരു വിഗ്രഹത്തെ ആരാധിച്ചപ്പോൾ സമതാണെന്ന് വിശ്വസിച്ചില്ല, ഇലാഹാണെന്ന് വിശ്വസിച്ചില്ല. നേരെ മറിച്ച് ഇയാൾ പ്രാർത്ഥിച്ചാൽ പടച്ചോൻ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ശുപാർശ ചെയ്താൽ പടച്ചോൻ തട്ടിക്കളയില്ല എന്ന്. ഈ നിലക്കാണ് വിഗ്രഹത്തെക്കുറിച്ച് അവർ വിശ്വസിച്ചത്. എന്നിട്ടും അത് ശിർക്കിന്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ പെടുത്തിയത്. ഇത്രയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല, ഇത്രയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു വിശ്വാസം മുസ്ലിയാക്കന്മാരെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ മുസ്ലിയാക്കന്മാർ നേരിടേണ്ടി വന്ന വലിയൊരു ചോദ്യമുണ്ട്. അതെന്താ ചോദ്യം എന്നറിയൂ? ഇങ്ങനെയൊക്കെയാണെങ്കിൽ മൂല്യരെ നമുക്കൊരു വിഗ്രഹത്തിന്റെ മുന്നിൽ പോയിട്ട് ചോദിച്ചൂടെ? ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ പോയിട്ട് ചോദിച്ചൂടെ? അമ്പലത്തിൽ പോയി ചോദിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നു. നമ്മുടെ മനസ്സിൽ ആ കാവിലുള്ളതോ അമ്പലത്തിലുള്ള വിഗ്രഹമോ ഒന്നും ഇലാഹല്ല, സമതല്ല എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം. ദൈവമേ അല്ല, അത് കല്ലാണ്, മരക്കട്ടയാണ് എന്ന വിശ്വാസത്തോടെ അമ്പലത്തിൽ പോയിട്ട് ദുആ ചെയ്യാമോ, പ്രാർത്ഥിക്കാമോ? ശരിയാക്കന്മാരാകെ പലരും പല രൂപത്തിലാണ്. ഞാൻ അതിലേക്ക് ഇൻഷാ അല്ലാഹ് കടന്നു വരുന്നുണ്ട്. ആ നിലക്ക് ചോദ്യം ചോദിച്ചപ്പോ ഒരു മുസ്ലിയാർ നൽകിയ മറുപടി നിങ്ങളൊന്ന് കേൾക്കണം. ഒരു സംശയം കൂടി നിവാരണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് എൻ്റെ നാട്ടിൽ ഒരാൾക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടു. അപ്പോൾ എല്ലാവിധ ചികിത്സയും ചെയ്തു. ഈ ഇസ്തിഹാസം, തവസ്സുലും, അതേപോലെ അസ്മാവും മന്ത്രവും ഉറുക്കൊക്കെ ചെയ്തു. അതേപോലെ പിഞ്ഞാണ് ഇതൊക്കെ എല്ലാ പരിപാടികളും ചെയ്തു. എന്നിട്ടൊന്നും സുഖമായില്ല. ലാസ്റ്റ് ഒരാൾ പറഞ്ഞു അദ്ദേഹത്തോട്, തൃശ്ശൂർ ഭാഗത്ത് ഒരു നാഗക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ദേവിക്ക് വേണ്ടി ഒരു നാഗത്തെ, ഒരു പാമ്പിനെ, ഒരു സ്വർണ്ണത്തെ ഇത്ര ഗ്രാം സ്വർണം എന്ന് പറഞ്ഞു, ഇത്ര സ്വർണം കൊണ്ട് ഒരു പാമ്പിനുണ്ടാക്കി കൊടുത്താൽ ആ അമ്പലത്തിൽ ദേവിക്ക് സമർപ്പിച്ചാൽ രോഗം സുഖമാകുമെന്ന്. എന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ ആ ദേവൻ അതേപോലെ ആത്യന്തികമായി ഗുണം ചെയ്യുന്നതെന്നോ അദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല. അദ്ദേഹം അത് ചെയ്തു. അതേപടി അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെട്ടു. അതായത് ഓരോ കാവിലും പിന്നെ ശൈത്താന്മാരെ കുടിയിരുത്തുകയാണ് ഇവർ. ഈ ബിംബത്തിന്റെ മേലിൽ ശൈത്താനെ കുടിയിരുത്തിക്കൊണ്ടാണ് അവരുടെ പൂജാകർമ്മങ്ങളൊക്കെ അവർ നിർവഹിക്കുക. ഓരോ കാവും ഉണ്ടാക്കുന്നത് ശൈത്താന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തിക്കൊണ്ടാണ് കാവുകൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോ ഇവിടെ തവസ്സുലും ഇസ്തിഹാസമൊക്കെ നടത്തുന്നത് സാലിഹീങ്ങളായ ശുഹദാക്കള്, അതേപോലെ
അത്തരത്തിലുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ടാണ് എന്നാണ് മദ്രസയിലൊക്കെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ശൈത്താനിനോട് തവസ്സുൽ ഇസ്തിആസയൊക്കെ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതുകൊണ്ട് കാരണം അവരും ഗുണം ചെയ്യുന്നുണ്ടല്ലോ, ശൈത്താനൊക്കെ ഗുണം ചെയ്യുമെന്ന് നേരത്തെ ഉസ്താദ് തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ശൈത്താനിനോട് ഈ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രോഗം മാറുക എന്നുള്ള ഇതുകൊണ്ട് ശിർക്കാകുമോ, അതല്ല ശിർക്കു അല്ലെങ്കിൽ ശരഈയായ വിധിയിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വല്ല സാധ്യതയും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം ചോദിച്ചത് വളരെ മാരകമായൊരു പ്രശ്നമാണ്. അതായത് അല്ല, നമ്മുടെ രാജ്യത്ത് മുസ്ലിം സാധാരണക്കാർക്കിടയിൽ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റായ ഒരു പ്രവണത, അതായത് ഇന്ന ക്ഷേത്രത്തിക്ക് ഇന്നത് കൊടുത്താൽ നിങ്ങൾ രോഗം സുഖമാകുമെന്ന് പറയും. രോഗം ഇത് ഈ കേസിൽ സുഖായി എന്ന് പറഞ്ഞേ, സുഖായി എന്ന് പറഞ്ഞു, അങ്ങനെ സുഖാവും ചെയ്യും, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ വിശ്വാസം വഴിപഴക്കാൻ ഈ മേഖലയിൽ വളരെ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞപ്പോൾ സത്യമായിരിക്കാം, നമ്മളാളെ സംശയത്തോട് കാണാനല്ല. കാരണം ഹദീസിലുണ്ട് ഈ പൈശാചികമായ രോഗങ്ങൾ അത് സുഖപ്പെടുത്താനും സുഖപ്പെടുത്താതിരിക്കാന്ന് വെച്ചാൽ ആ രോഗം ഉണ്ടാക്കാനും ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കുണ്ട്? പിശാചിനുണ്ടല്ലോ. അപ്പോൾ ഒരാൾക്കൊരു പിശാചൊരു ഉപദ്രവം വരുത്തുകയാണെങ്കിൽ ആ ഉപദ്രവം ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ പിശാചിന്റെ ക്ഷേത്രത്തിക്ക് നേർന്നാൽ യാ തൽക്കാലം കുട്ടികൾക്ക് ബോധ്യപ്പെട്ട പിശാച് പിൻവാങ്ങി, രോഗം സുഖമാകാം. ഞാനിത് വെറുതെ നിഗമനം പറയുന്നതല്ല. അബൂദാവൂദ് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അൻ സൈനബ റളിയല്ലാഹു അൻഹ, സൈനബ ബിവിയെ തൊട്ട് റിവായത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബിയുടെ പത്നിയാണ് അവർ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ അവിടെ റഅ ഹൈതൻ ഫീ ഉനുഖി, എന്റെ കഴുത്തിലുണ്ട് മന്ത്രിച്ചൂതി കെട്ടിയൊരു നൂല്. അബ്ദുള്ള ചോദിച്ചു, എവിടുന്നടി ഈ നൂല് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹൈത്തുർ റുഖിയലി ഫീഹി, മന്ത്രിച്ചൂതി കെട്ടിയ നൂലാണ് പറഞ്ഞു. ഫഅഖദഹു വഖതഅഹു ഫഖാല അൻതും ആലു അബ്ദുല്ലാഹ് ലഅഗ്ശർക്ക്. അദ്ദേഹം ആ നൂല് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എന്താടി നിങ്ങൾക്ക് വിചാരിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് അബ്ദുല്ലാഹി മസൂദിന്റെ കുടുംബത്തിലെ അംഗങ്ങളാ, നിങ്ങൾ ശിർക്കിൽ നിന്ന് മുക്തരാവുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ ശക്തമായി അപലപിച്ചു. ഈ സമയത്ത് ആ സഹോദരി പറഞ്ഞു, അത് എതിർക്കാൻ കാരണം എന്റെ കണ്ണിന് രോഗം ഉണ്ടാകും, കണ്ണിങ്ങനെ തുള്ളു, നിൽക്കാതെ തുള്ളു. ഞാൻ അയൽക്കാരനായ ആ ജൂതന്റെ വീട്ടിൽ പോയി, ജൂതൻ ആ നൂല് മന്ത്രിച്ചിട്ട് തന്നാൽ കെട്ടിയാൽ മതി, അപ്പം നിൽക്കും ചെയ്യും. നിങ്ങൾ കാണാത്ത കാലം കുറെ കാലം ഇത് കെട്ടാൻ തുടങ്ങുന്നു പറഞ്ഞു. അപ്പൊ മഹാനായ അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു അൻഹു അവരുടെ ആ സംശയം ചോദ്യം ചെയ്താൽ അത് തെറ്റാണെന്ന് പറഞ്ഞില്ല. അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിശാചുണ്ടാക്കുന്ന രോഗങ്ങൾ അങ്ങനെ തന്നെയാണ്, പക്ഷെ അതിന് പകരം നിനക്ക് ഇങ്ങനെയും ചെയ്യാമായിരുന്നു, ഗുണമാക്കാനായ എക്സേക്ക് നിനക്ക് മതിയാകുമായിരുന്നു, ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ഇന്ന മന്ത്രം ചൊല്ലിയാൽ മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത സംഭവം സ്വഹീഹായ ഹദീസിൽ കാണാം. നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിശാചിന് മനുഷ്യന് ദോഷം വരുത്തി വെക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അനുമതിക്ക് വിധേയമായ എല്ലാം ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം തീർച്ച. ആ പിശാചിന് രോഗമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ പിശാചിനെ പ്രീതിപ്പെടുത്തിയാൽ പിശാചിൽ നിന്നായി പിൻവാങ്ങാനും ആ രോഗം സുഖമാകാനും ഇടയുമുണ്ട്. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അനുഭവം ശരിയായിരിക്കാം, എന്നാൽ പോലും പിശാചുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നേർച്ച നേരൽ, ബന്ധപ്പെട്ട വിഗ്രഹങ്ങളോടോ അല്ലെങ്കിൽ പിശാചുകളോടോ നമ്മൾ സഹായം ചോദിക്കൽ, അത് അമുസ്ലിങ്ങളുടെ ആചാരമായതുകൊണ്ട് അങ്ങനെ ഒരാൾ ചെയ്താൽ അയാളെ മുശ്രിക്കായി കാഫിറായി ഗണിക്കപ്പെടും. ഇസ്ലാമിന്റെ മസലയാണ് ഈ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പറഞ്ഞ എളുപ്പമുള്ള ഉദാഹരണം പറയാ. ഗുരുവായൂരപ്പൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ നമ്മൾ വിശ്വാസം. പക്ഷെ എന്നാലും അവിടെ പോയങ്ങനെ സുഖാകുന്നുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ ഇതിനോടുകൂടി തന്നെ ആയിക്കോട്ടെ എന്ന വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ഗുരുവായൂരപ്പനോട് സഹായം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് നേർച്ച നേർന്നാൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് നിവേദ്യം അർപ്പിച്ചാൽ ആ അർപ്പിച്ച ആള് മുശ്രിക്കായി കണക്കാക്കപ്പെടും. എന്തുകൊണ്ട്? കാഫിറുകൾ ദൈവമായി കണക്കാക്കുന്ന, കാഫിറുകൾ ദൈവങ്ങൾക്കുള്ള പൂജാകേന്ദ്രമായി കണക്കാക്കുന്ന ആ ദൈവത്തോടുള്ള സഹായാർത്ഥനയും ആ ദൈവത്തിന്റെ കേന്ദ്രത്തിലേക്കുള്ള നേർച്ചയുമായതുകൊണ്ട് നമ്മൾ ആ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നവരാണെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് മുശ്രിക്കായിട്ട് ഗണിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ കേൾപ്പിക്കണ്ട, അതവിടെ നിൽക്കട്ടെ. ഇയാളെന്താ പറഞ്ഞത്? ഇപ്പോ ഒന്നാമതായി പറഞ്ഞത് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ, പക്ഷേ പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തു ഒരു വിഗ്രഹമായി അല്ലെങ്കിൽ ഒരു കാവിലാണ് നേർച്ച നേർന്നത്. നേർച്ച നേർന്നാൽ രോഗം മാറും, രോഗം മാറാൻ സാധ്യതയുണ്ട്.
അങ്ങനെ രോഗം മാറും. പിന്നെ പിശാച് ചില ഉപകാരങ്ങൾ ഉപദ്രവമൊക്കെ ചെയ്യും, നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ നിലക്ക് പിശാച് ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യും എന്നും വിശ്വസിച്ചുകൊണ്ടാണ് ഈ കാവിലേക്ക് നേർച്ചേർന്നത്. അങ്ങനെ ചെയ്താൽ പ്രത്യക്ഷത്തിൽ അവൻ കാഫിറാണ് എന്ന് വിധിക്കപ്പെടും. കാര്യം എന്താണ്? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ചില ആളുകൾ ഇത്തരത്തിൽ ഉറുക്ക് മന്ത്രിച്ചു കെട്ടിയ നൂലൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ സഹാബികൾ വന്ന് തന്നെ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറയാ, അമ്പലത്തിൽ പോയാൽ പ്രത്യക്ഷത്തിൽ കാഫിറാണ്, മുശ്രിക്കാണ്. എന്തുകൊണ്ടാ മുശ്രിക്കായത്? അത് അമുസ്ലിങ്ങളുടെ ആരാധനാ രീതി ആയതുകൊണ്ട്. അമുസ്ലിങ്ങളുടെ ആരാധനാ രീതി ആയതുകൊണ്ടാ മുശ്രിക്കായത്. അത് വിധി മാത്രമാണ്. അമുസ്ലിങ്ങളുടെ ആരാധനാ രീതി ആയതിനാൽ അത് കുഫ്റാണ്, അവൻ മുശ്രിക്കാണ് എന്ന് വിധിക്കപ്പെടും പ്രത്യക്ഷത്തിൽ. അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. ശരി, അങ്ങനെ ബാഹ്യമായി പ്രത്യക്ഷത്തിൽ അങ്ങനെ വിധിച്ചു എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ അടുക്കലുള്ള വിധി എന്താ? രണ്ട് വിധിയുണ്ട്. ഒന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കിക്കാണാവുന്ന വിധി, രണ്ടാമത് അള്ളാഹുവിന്റെ അടുക്കലുള്ള വിധി. ആ വിധി എന്താ? അത് ഇതിന്റെ ബാക്കിയായി മുസ്ലിയാർ പറയുന്നുണ്ട്. അതുകൂടി കേട്ടാൽ ഈ വിഷയം നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ബൈ ചാൻസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം വിചാരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അങ്ങേയറ്റത്തെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം, ഈ ദൈവങ്ങൾക്കൊന്നും കഴിയില്ല, ഈ പിശാചുകൾക്കൊന്നും സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് നമ്മൾ ഈ നേർച്ച നേർന്നതെങ്കിലോ, എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യക്ഷത്തിൽ, കാരണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് കണ്ടത്, ആ ലാഹിർ അനുസരിച്ചാണ് കാഫിറായി മുശ്രിക്കായി ഗണിക്കുമെങ്കിലും ഹത്താ ലൗ ഉലിമ, അറിയപ്പെട്ടാൽ അന്നഹു ലം യസ്ജുദ് ലഹ, ആ വിഗ്രഹത്തിനോ അവൻ സുജൂദ് ചെയ്തതോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതോ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, യഥാർത്ഥ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നേർച്ച നേർന്നത്, അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്, അങ്ങനെ തന്നെയാണ് സുജൂദ് ചെയ്തത് എന്ന് അറിയപ്പെട്ടാൽ ലം യുഹ്കം ബി കുഫ്രിഹി, അവൻ കാഫിറാണെന്ന്, അവൻ മുശ്രിക്കാണെന്ന് കണക്കാക്കപ്പെടുകയില്ല. ഫീമ ബൈനഹു വ ബൈനല്ലാഹി തആല, അല്ലാഹുവിന്റെ അവന്റെ ഇടയിൽ സ്വകാര്യ ജീവിതം. പ്രത്യക്ഷത്തിൽ നമ്മൾ കാഫിർ ചെയ്യുന്ന ആരാധനാകർമ്മം നടത്തിയത് കൊണ്ട് കാഫിറായി കണക്കാക്കും, നമ്മുടെ കൂട്ടത്തിൽ നിർത്തും. ഉള്ളില് അവന് വിശ്വാസം ഉണ്ടോ ഇല്ലേ, അത് അള്ളി അവനും തമ്മിലായിക്കോളും, അത് നമ്മൾ കണക്കാക്കൂല. ഉള്ളിൽ ആൾ കാഫിറാണ് വിധി എഴുതപ്പെടാൻ പാടില്ല. ഇതാണ് മസ്അല. ഇത് ആ വിധത്തിൽ തന്നെ വളരെ വ്യക്തമായി സമാനമായ രണ്ട് മസ്അലകൾ നമ്മുടെ ആധികാരികമായ ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ വളരെ വ്യക്തമായി, ഫത്ഹുൽ ബാരി തുഹ്ഫയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന റഹ്മത്ത് സുജൂദി റഹ്മി ശംസി, സൂര്യൻ പോലത്തെ വസ്തുവിന് സുജൂദ് ചെയ്യൽ. കാരണം സൂര്യനെ മറ്റു മതസ്ഥർ പൂജിക്കുന്ന വസ്തുവാണ്. മിൻ മുസദ്ദിഖിൻ ബിമാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി കൊണ്ടുവന്നതൊക്കെ സ്ഥിരീകരിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിം തന്നെ സുജൂദ് ചെയ്താലും കഫറ, ആള് കാഫിറാണ്, ഇജ്മാൻ ഏകകണ്ഠം. സുമ്മ വജ്ഹു കൗനിഹി കുഫ്റൻ, അതെങ്ങനെ കാഫിറാക? ബി അന്നഹു യദുല്ലു, ഉള്ളിൽ വിശ്വാസം ഉണ്ടല്ലോ, അതിന് മറുപടി പറയാ, ബി അന്നഹു യദുല്ലു അലാ അദ്മി തസ്ദീഖി ലാഹിറൻ, പ്രത്യക്ഷത്തിൽ അവന് വിശ്വാസമില്ല എന്ന പേരിൽ അറിയിക്കുന്നുണ്ട്. വനഹു നഹ്കു ബില്ലാഹി, നമ്മൾ പ്രത്യക്ഷമായ രീതി അനുസരിച്ചാണ് മതവിധി പറയുക, അവരെ ഉള്ളോക്കിയിട്ടല്ല. പുറത്ത് കാഫറുകൾ ചെയ്യുന്ന ആരാധനയാണ് അവന് കണ്ടത്, അതുകൊണ്ട് കാഫറായി മുശ്രിക്കായി ഗണിക്കപ്പെടും. ഹത്താ ലൗ ഉലിമ അന്നഹു ലം യസ്ജുദ് ലഹാ അലാ സബീലി തഅലീം, വിഗ്രഹത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടോ വഅതിഖാദുൽ ഉലൂഹിയത്തി, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ഉലൂഹിയത്ത് കൽപ്പിച്ചുകൊണ്ടോ അല്ല സുജൂദ് ചെയ്തതെന്നാൽ അറിയപ്പെട്ടാൽ ബൽ സജദ ലഹാ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഈ ഉറച്ച ഈമാനുമായിട്ടാണ് സുജൂദ് ചെയ്തത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ ലം യുഹ്കം ബി കുഫ്രി, അവൻ കാഫിറാണെന്ന് വിധി എഴുതപ്പെടില്ല. ഫീമാ ബൈനഹു വ ബൈനല്ലാഹി തആല, അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിൽ വൈൻ ഉജ്രി അലൈഹി ഹുക്മുൽ കുഫ്രി ഫിൽ ലാഹിർ, പ്രത്യക്ഷത്തിൽ കുഫറിന്റെ വിധിയാണ് നാം നടപ്പാക്കുക എങ്കിലും. തുഹ്ഫ 9:92. സഹോദരങ്ങളെ, അപ്പൊ ഇപ്പൊ എന്തായി? പറഞ്ഞു വന്നപ്പോ കാഫിറാവോ? കാഫിറാവൂല. ചായയാണോ കാപ്പിയാണോ? ചാപ്പി. ഒന്നോ രണ്ടോ ഒരണ്ട്, ആർക്കും പ്രശ്നമില്ലല്ലോ. ചോദിച്ചതെന്താ? ഒരു മനുഷ്യൻ, ഓന് പാമ്പ് കടിയേറ്റപ്പോ എന്തെടുത്ത് അവൻ കാവിൽ പോയിട്ട് ഒരു സ്വർണ്ണപ്പാമ്പിനെ സമർപ്പിച്ചു. ഒരാൾ അനുഭവം പറഞ്ഞിട്ട് അയാളോട് ചോദിച്ചത്. പറഞ്ഞ മുസ്ലിം നമുക്കറിയാലോ, മൂപ്പരുടെ പേര് തന്നെ അമ്പലക്കടവ് എന്നാണ്. അപ്പൊ മൂപ്പര് നാടിനോട് സ്നേഹമുള്ള, അപ്പൊ അങ്ങോട്ട് വിളിക്കും അമ്പലക്കടവിലേക്ക്, അല്ലേ? അമ്പലക്കടവിൽ നിന്ന് വന്നാളാ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ കാവിൽ നിന്നിട്ട്
കാവിൽ പോയിട്ട് നേർച്ച നേർന്ന ആൾ അയാളെ കുറിച്ചുള്ള ഹുക്കും എന്താ, അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് മറുപടി വരുന്നത്. എന്ത്? പ്രത്യക്ഷത്തിൽ ചെയ്താൽ കാഫിർ. നമ്മൾ നോക്കുമ്പോൾ ഒരാൾക്ക് തന്നെ ചെയ്യണമെങ്കിൽ അവൻ കാഫിറാണെന്ന് പറയും, കാഫിറാണെന്ന് വിധിക്കപ്പെടും. പക്ഷേ അള്ളാഹിന്റെ അടുക്കൽ അവൻ കാഫിറാകില്ല, അള്ളാഹിന്റെ അടുക്കൽ കാഫിറാവില്ല. കാര്യം എന്താ? അവൻ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഉൾക്കൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ കാഫിറാവില്ല. നമ്മളിപ്പോ ആരുടെ പ്രീതിയാ നോക്കല്? മനുഷ്യന്മാരുടെ പ്രീതിയാണോ? മനുഷ്യന്മാരുടെ പ്രീതിയിലല്ലോ, അള്ളാന്റെ പ്രീതിയല്ല നമ്മൾ നോക്കൽ, അള്ളാന്റെ അഭിപ്രായമല്ല നമ്മൾ നോക്കല്. ആളുകൾ എന്തും വിളിച്ചോട്ടെ, പടച്ചൊമ്പുരാനെടുക്കാൻ നമുക്കൊരു കുഴപ്പമില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ മൂപ്പര് പ്രസംഗിച്ച് അവസാനം വന്നിട്ട് ഒരു കിതാബിലെ ഇബാറത്തും വായിച്ചിട്ടാ പറയുന്നത് അള്ളാനെടുക്കെ കാഫിറാവില്ല. കിതാബിലെ ഇബാറത്തിലുള്ളത് എന്താണെന്നറിയോ? ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാതൊരുവിധ മനസ്സിൽ യാതൊരുവിധ താളീമുമില്ല, ബഹുമാനവുമില്ല, ഒരു ഉപകാരവും പ്രതീക്ഷിക്കുന്നില്ല, ഒരു ഉപദ്രവവും പ്രതീക്ഷിക്കുന്നില്ല. എന്നാ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, നിർബന്ധിത സാഹചര്യത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്താൽ അത് ശിർക്കാന്ന് പറഞ്ഞുകൂടാ എന്ന നിലക്കാണ് അത് വ്യാഖ്യാനിക്കുന്നത്. ഇനി അതല്ല മുസ്ലിയാർ പറഞ്ഞതുപോലെയാണ് എന്ന് തന്നെ വിചാരിക്കുക. അത് പറഞ്ഞാളാരാ? അത് പറഞ്ഞാളാരാ? ഇബ്നു ഹജർ ഹൈതമിയാണ്. ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞത് മുഴുവൻ ഇവർ സ്വീകരിച്ചിട്ടുണ്ടോ? ഇബ്നു ഹജർ ഹൈതമി തന്നെയാ പറഞ്ഞത് പെണ്ണിന് കയ്യെഴുത്ത് പഠിക്കൽ ശറഹിൽ മക്റൂഹാണ് അല്ലേ? ഇവര് പറഞ്ഞില്ലേ പെണ്ണിന് കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല, ശറഹിൽ മക്റൂഹാണ് എന്ന വിധി പറഞ്ഞത് ഇബ്നു ഹജർ ഹൈതമിയുടെ ഇബാറത്ത് നോക്കിയിട്ടാണ്, ഉദ്ധരണി നോക്കിയിട്ടാ വിധി പറഞ്ഞത്. ഇപ്പോ അത് സ്വീകരിച്ചോ? ഇബ്നു ഹജർ ഹൈതമിയുടെ ആ റിപ്പോർട്ട് സ്വീകരിച്ചോ? ഇല്ല. എങ്കിൽ ഇത് സ്വീകരിക്കാൻ പറ്റോ? പറ്റില്ല. മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അയാൾ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ അമ്പലത്തിൽ പോയി ഇതുപോലെ തന്നെ നേർച്ചയാക്കിയാൽ അള്ളാഹിന്റെ അടുക്കൽ കാഫിറാവില്ല, റബ്ബിന്റെ അടുക്കൽ കാഫിറാവില്ല. കണ്ടോ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദത്തിൽ തുടങ്ങി അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ സുജൂദ് ചെയ്യാൻ നേർച്ചയർപ്പിക്കാമെന്ന് പറയുന്ന വാദത്തിലേക്ക് വരെ ക്ഷണിച്ചുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ ഇവിടെ നിലകൊള്ളുന്നത് മനസ്സിലാക്കണം. ഇത് ഈ മുസ്ലിയാർ മാത്രമാണോ പറഞ്ഞത്? ഈ മുസ്ലിയാർ മാത്രമാണോ പറഞ്ഞത്? അല്ല. നേരെ മറിച്ച് നമുക്കറിയാം, റോഡിലൂടെ വാഹനം പോകും, ആളുകൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം അമ്പലക്കടവ് പൈസ മാത്രമല്ല ഇത് പറഞ്ഞത്. നേരെ മറിച്ച് സുലൈമാൻ സക്കാഫി മാളിയേക്കൽ എന്ന് പറയുന്ന ആള് അയാളൊരു പുസ്തകം എഴുതി. എന്താ പുസ്തകത്തിന്റെ പേര്? ഇസ്തിഗാസ. ആ പുസ്തകത്തിന്റെ 39-ാമത്തെ പേജിൽ പറഞ്ഞത് എന്താ? അവിടെ പറഞ്ഞത് ഒരാൾ മഴ ലഭിക്കാൻ വരുണനോട് പ്രാർത്ഥിച്ചാൽ എന്താണ് ഇസ്ലാമിന്റെ വിധി? ഒരാൾ മഴ ലഭിക്കാൻ വരുണനോട് പ്രാർത്ഥിച്ചാൽ എന്താണ് ഇസ്ലാമിന്റെ വിധി എന്ന് മൂപ്പര് തന്നെ ഒരു ചോദ്യം ഉണ്ടാക്കി. എന്നിട്ട് മൂപ്പരന് ഉത്തരം ഇതാ: ഇത് അമുസ്ലിങ്ങളുടെ ആരാധനാ രീതിയായതിനാൽ പ്രത്യക്ഷത്തിൽ അവൻ കാഫിറാണെന്ന് വിധിക്കപ്പെടും. കാര്യം ഇത് അമുസ്ലിങ്ങളുടെ ആരാധനാ രീതി ആയതുകൊണ്ട് പ്രത്യക്ഷത്തിൽ അവൻ കാഫിറാണ്. എന്നാൽ ഈ ഈമാൻ നിറഞ്ഞ മനസ്സുമായി മറ്റെന്തോ സാഹചര്യത്തിൽ അവനങ്ങനെ തേടിയതാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ കാഫിറാവില്ല, അള്ളാഹിന്റെ അടുക്കൽ കാഫിറാവൂല. വരുണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തോട് മഴ ചോദിച്ചാൽ, മഴ നേടിക്കൊണ്ട് സഹായം ചോദിച്ചാൽ അള്ളാഹിന്റെ അടുക്കൽ കാഫിറാവൂല. നമ്മൾ പ്രത്യക്ഷത്തിൽ കാഫിറാന്നൊക്കെ പറയുന്നെങ്കിലും അള്ളാഹിന്റെ അടുക്കൽ കാഫിറാവൂല എന്ന് പച്ച മലയാളത്തിൽ പുസ്തകം ഇറക്കി വിട്ടു. അസുന്ന ബുക്സ് വെട്ടിച്ചിറയാണ് ആ പുസ്തകം പുറത്തിറക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സക്കാഫിമാരും ഈ പൈസിമാരും ഈ ദാരിമാരും ഒക്കെ ജനങ്ങളെ എങ്ങോട്ടാ വിളിക്കുന്നത്? അമ്പലത്തിലേക്കാണോ? ഈ രൂപത്തിൽ അധപ്പതിച്ചു പോയി നമ്മുടെ സമൂഹം, നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാർ ഇല്ലേ? എന്നിട്ട് ഞാൻ ഈ ഉദ്ധരണിയെ കുറിച്ച് ചോദിച്ചു. ആരോട്? ഈ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയോട്. ഇവിടെ നിന്ന് കുറച്ച് ദിവസം മുമ്പ് പ്രസംഗിച്ചെന്ന് പറഞ്ഞല്ലോ. ആ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയോട് പയ്യന്നൂർ വെച്ചിട്ട് 2 പുസ്തകം എടുത്തു കാണിച്ചു. ഒന്ന് ഏർവാടി ചരിത്രം. ആ ഏർവാടി ചരിത്രത്തിൽ പറയുന്നത് അതിൽ ഇതിലും വലിയ രസാ. അതിൽ പറയാ, അഡ്രസ് ഇല്ലാത്ത ബുക്കൊന്നുമില്ല, അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ അഡ്രസ് ഉണ്ട്. ആ പുസ്തകത്തിൽ പറയാ, പഴനി പോയാലും ഗുരുവായൂരിലായാലും നജ്മീരിലായാലും എവിടെയായിരുന്നാലും അള്ളാഹുവിന്റെ കഴിവല്ലാത്ത ഒരു കഴിവുമില്ല എന്ന നിലക്ക് അജ്മീരിൽ പോകുന്നതും പഴനിയിൽ പോകുന്നതും ഗുരുവായൂരിൽ പോകുന്നതുമൊക്കെ സമമാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലായിടത്തു നിന്നും ലഭിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഇത് അജ്മീർ ചരിത്രം എന്ന് പറയുന്ന, ഏർവാടി ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളതാ. ഇത് ആ ഉദ്ധരണിയോടൊപ്പം തന്നെ സുലൈമാൻ സക്കാഫി മാളിയേക്കൽ ഇസ്തിഗാസ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞ ആ ഉദ്ധരണിയും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പേരോട് സക്കാഫിയോട് ചോദിച്ചപ്പോ
അടുത്ത പ്രാവശ്യം പേരോട് മറുപടി പറയാൻ വന്നിട്ട് പറയാ, ഏതെങ്കിലും ജാഹിലീങ്ങൾ എന്തെങ്കിലും എഴുതിവിട്ടാൽ അത് പേരോട് എന്ന് വിളിച്ച് പ്രസംഗിച്ചാൽ ഒരിക്കലും ഞങ്ങൾക്കത് ബാധകമല്ല. ഞമ്മക്ക് ബാധകാവൂലല്ലോ. നമുക്ക് എന്താ ബാധകാകല്? എന്തെങ്കിലും ബാധകാവൂ? ഇല്ല. തരം കിട്ടുന്നത് പോലെ മുസ്ലിയാക്കന്മാർ, അവസരം കിട്ടുന്നത് പോലെ. ഞാൻ അന്ന് മുതൽ ആഴ്ചയ്ക്ക് ഏതെങ്കിലും മൊയിലിയാറെ തൊള്ളേന്ന് പുറത്തു വരണം, ഏതെങ്കിലും മൊയിലിയാറെ തൊള്ളേന്ന് പുറത്തു വരണം. ഈ അടുത്താണ് ഇത് തൊള്ളന്ന് പുറത്തു വിട്ടത്. അപ്പോഴാ പറഞ്ഞത് ഇത് ഞങ്ങളുടെ വാദം മാത്രമല്ല, നമ്മുടെ ഹോജ ഇത് പറഞ്ഞിട്ടുണ്ട്, ഹോജ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ പേരോടിന്റെ അന്നത്തെ വാചകവും ആ വാചകമടങ്ങിയ CD-യും വിപണിയിലുണ്ട് വാങ്ങാൻ. ഇപ്പോ പേരോട് പറഞ്ഞ ജാഹിലിങ്ങളുടെ കൂട്ടത്തിൽ ആരും പെട്ടു? ഇബ്നു ഹജർ ഹൈതമി പെട്ടു, സുലൈമാൻ സക്കാഫി പെട്ടു, അമ്പലക്കടവ് പെട്ടു, അല്ലേ? ആരൊക്കെ പെട്ടു? ഏതെങ്കിലും ജാഹിലിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ പ്രമാണമാവില്ല, നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ നിലക്കാണ് സഹോദരങ്ങളെ ദുർവ്യാഖ്യാനങ്ങളുമായി മുസ്ലിയാക്കന്മാർ ഊരി ചുറ്റുന്നത്. എന്നിട്ട് സാധാരണക്കാരോട് പറയാ, നിങ്ങൾ ദർഗയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ഏതൊന്നിനോട് പ്രാർത്ഥിച്ചാലും ഇലാഹാന്ന് വിശ്വസിക്കാതിരുന്നാ മതി, സമതാണെന്ന് വിശ്വസിക്കാതിരുന്നാ മതി, ഒരു പ്രശ്നമില്ല. എന്താ മുസ്ലിയാക്കന്മാർക്ക് ഇതിൽ ഇത്ര വാശി? ഈ കാര്യത്തിൽ എന്താ ഇത്ര വാശി? ഇവിടെ വാശി പിടിക്കാൻ തള്ളത് ഇവിടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരുന്നാലും ഇനി അതല്ല ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിലായിരുന്നാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ തർക്കിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഏറ്റവും വലിയ അപമാനം അതാണ് ഇവിടെ. കാര്യം എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് വാദിക്കുന്നത്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവനോടല്ല, ഇവിടുത്തെ ക്രൈസ്തവനോടല്ല, നേരെ മറിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങളോടാ. കാര്യം എന്താ? അത് പറയേണ്ട ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു. മുസ്ലിങ്ങളെ വിളിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനെ വിളിച്ചിട്ട് മുഹമ്മദുർ റസൂൽ എന്ന് പ്രഖ്യാപിക്കുന്നവനെ വിളിച്ചിട്ട് പറയാ, നീ അള്ളാഹ് ഇല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. അങ്ങനെ പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഈ സമുദായത്തെ പണ്ഡിതന്മാർ കൊണ്ടെത്തിച്ചു. ഇല്ലേ? വേദനാജനകമായ കാര്യ. ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് ആ ഉമ്മത്തിനെ കൊണ്ടാണ് ഈ പണി ചെയ്യിക്കുന്നത്. എന്നാൽ ഇത് ഈ നിലക്ക് പറഞ്ഞ് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ അവിടെ തർക്കത്തിന്റെ കാര്യമുണ്ടോന്ന് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ കൂടി ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ നിഷ്പക്ഷമായ സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, ആരുടെ പ്രാർത്ഥിക്കേണ്ടത്? കിതാബോധാത്തവനും പടച്ചോനെ പേടിയുള്ളവനും അള്ളനെ അറിയുന്നവനും ഇസ്ലാമതം പഠിച്ചവനും ഒക്കെ മറുപടി പറയെന്താ? അള്ളനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നല്ലേ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നല്ലേ. എന്നാൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന മനസ്സാക്ഷി പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ വഴിതിരിച്ചുവിടാൻ ആഴ്ചകൾ തോറും പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, മുഖാമുഖങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ഇല്ലേ? എന്താ ഇത്ര വാശി? എന്താ ഇവർക്ക് ഇത്ര വാശി? ഇവരുടെ എല്ലാവിധ നൂലാമാലകളും അതുപോലെ തന്നെ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാവിധ ഭൗതികമായ മാനദണ്ഡങ്ങളും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദത്തിന്മേലാ നിലകൊള്ളുന്നത്. ഇവിടുത്തെ ജാറങ്ങൾ, ദർഗകൾ, മഖാമുകൾ, മഖ്ബറകൾ ഇതൊക്കെ നിലകൊള്ളുന്നത് ഈ ദുർബലമായ അടിസ്ഥാന ആദർശത്തിന്മേലാണ്, അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന ആദർശത്തിന്മേൽ. ഇത് ഇസ്ലാമികമായ മാർഗാണോ? ഇസ്ലാമികമായ മാർഗാണോ? ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിന് ഇസ്ലാമിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്, ഇല്ലേ? നഖം വെട്ടേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ബാത്റൂമിലേക്ക് കയറുമ്പോ ഏത് കാല് വെച്ച് കയറണമെന്ന് പഠിപ്പിച്ച മതാണ് ഇസ്ലാം. ആ നിലക്ക് ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അതിന്റെ എല്ലാവിധ നിയമങ്ങളും പഠിപ്പിച്ച ഇസ്ലാമിൽ ഖബറ് കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ചുള്ള നിയമമില്ലേ? പണ്ഡിതന്മാരത് രേഖപ്പെടുത്തിയിട്ടില്ലേ? ഉണ്ട്. ശാഫി ഇമാമടക്കമുള്ള ആളുകൾ പറഞ്ഞില്ലേ? പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നി ഉഹിബ്ബു അയുസ്ഖസൽ ഖബർ, ഖബർ അത് ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് ശിബ്റം മിനൽ അർള്, ഭൂമിയിൽ നിന്നൊരു ചാൺ മാത്രമാണ്. ഭൂമിയിൽ നിന്നൊരു ചാൺ മാത്രം ഖബർ ഉയർത്തലാണ് എനിക്കിഷ്ടം. വല്ലാ യുബ്ന അലൈഹി വലാ യുജസ്സസ്, ഖബറിന്മേലെടുപ്പുണ്ടാക്കാതിരിക്കലാണ് എനിക്കിഷ്ടം, അവിടെ കുമ്മായം ഇടാതിരിക്കലാണ് എനിക്കിഷ്ടം. നിങ്ങളൊരു ഉസ്താദിനോട് പോയി ചോദിക്കണം, അല്ല ഉസ്താദെ ഇമാം ഷാഫി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖബർ ഒരു ചാൺ മാത്രം ഉയർത്താൻ പാടുള്ളൂ എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ അല്ലുമ്മിലുണ്ടല്ലോ. ഈ ഭാരത്തിന്റെ ഇത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് ഒരു ഉസ്താദിനോട് നിങ്ങൾ ചോദിച്ച ഉസ്താദ് പറയും, എടാ അത് സാധാരണക്കാരന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞതാ, മഹാത്മാക്കളുടെ ഖബറിന് ബാധകല്ലേ, മഹാത്മാക്കളുടെ ഖബറിനെ കുറിച്ച് പറഞ്ഞല്ല, സാധാരണക്കാരന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞതാ. എന്നാൽ അടുത്ത വാചകം എന്താ?
ഷാഫി ഇമാം പറഞ്ഞ ആ വാചകത്തിന്റെ തൊട്ടടുത്ത വാചകം എന്താ? ഇമാം ഷാഫി പറയാ, ഇന്നി റഅയ്തു ഖുബൂറൽ മുഹാജിരീന വൽ അൻസാർ ഗൈറു മുജസ്സസാ. മുഹാജിറുകളുടെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്, അൻസാറുകളുടെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്, അതൊന്നും കെട്ടിയുയർത്തിയ നിലയിലല്ല. മുഹാജിറുകൾ മഹാത്മാക്കളല്ലേ? അൻസാറുകൾ മഹാത്മാക്കളല്ലേ? റളിയല്ലാഹു അൻഹും വറളു അൻ. അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് ഖുർആനിലൂടെ സർട്ടിഫൈ ചെയ്ത ആളുകളല്ലേ മുഹാജിറുകളും അൻസാറുകളും? അത്രയും വലിയ മഹത്തുക്കളായ മഹാത്മാക്കളായ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്, അതൊന്നും കെട്ടിയുയർത്തിയ നിലയിലല്ല. ആരാ ഇത് പറഞ്ഞത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ? എങ്കിൽ നമുക്ക് തള്ളാമായിരുന്നു. ഇബ്നു തൈമിയ? എങ്കിൽ നമുക്ക് തള്ളാമായിരുന്നു. കെ മൗലവിയാണോ ഇത് പറഞ്ഞത്? എങ്കിൽ നമുക്ക് തള്ളാമായിരുന്നു. പക്ഷേ ഇമാം ഷാഫിയാണ് പറഞ്ഞത്, ഖബർ ഒരു ചാൺ മാത്രം ഉയർത്തുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ